ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ അലിയ സൈജു, ടിങ്കർ ഹബ് ക്യാമ്പസ് കോലീഡാണ്. ഇന്ന് ഇവിടെ നമുക്ക് ബൈറ്റ് ക്രാഫ്റ്റിന്റെയും അതുപോലെ തന്നെ ടിങ്കർ ഹബിന്റെയും കൊളാബറേഷനിൽ വരുന്ന ഫിഗ്മ സെഷൻ എടുക്കാൻ വന്ന അശ്വിൻ മെന്ററിനും അതുപോലെ തന്നെ ബൈറ്റ് ക്രാഫ്റ്റിന്റെ സിഇഒ ആയ അബ്ദു ചേട്ടനും വെൽക്കം. പിന്നെ ഈ മീറ്റിംഗിലുള്ള ക്യാമ്പസ് ഔട്ട്റീച്ച് വിവേക് ചേട്ടനും വുമൺ ഇൻ ടെക് ആയിട്ടുള്ള ചൈത്ര ചേച്ചിക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അശ്വിൻ അന്നെങ്കിൽ സ്റ്റാർട്ട് ആയിരിക്കും. ഓക്കെ അപ്പം ഹലോ എവരി വൺ, താങ്ക് യു ഫോർ ജോയിനിങ്. 36 പേരൊക്കെ ഒത്തിരി വരും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ പരിപാടി വെക്കുമ്പോൾ 5-6 ആൾക്കാരൊക്കെ വരാറ്. ഓക്കെ, താങ്ക് യു എവരി വൺ ഫോർ ജോയിനിങ്. ഓക്കെ, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഫിഗ്മയെ പറ്റിയാണ്. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാമോ? ആരെങ്കിലും വന്നിട്ടുണ്ട്. ഓക്കെ. സോ എസെൻഷ്യലി ഫിഗ്മയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. ആൻഡ് ഐ വിൽ ബി ഇൻട്രൊഡ്യൂസിങ് ഫിഗ്മ ഫ്രം എ ഡെവലപ്പേഴ്സ് പെർസ്പെക്റ്റീവ്. ഞാനൊരു ഡിസൈനർ ഒന്നുമല്ല, ബട്ട് ഞാൻ എങ്ങനെ ഫിഗ്മ ഉപയോഗിച്ച് ഒരു ഡെവലപ്പർ എന്നുള്ള രീതിയിൽ ഫിഗ്മ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഫിഗ്മയിൽ ബേസിക് ആയിട്ട് 3 പാർട്സാണ്. ഹലോ, ഇപ്പൊ കേൾക്കാമോ? ഹലോ 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 കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ട്. കുറച്ചൊന്ന് വോയിസ് അപ്പാക്കാവുന്ന. ഓക്കെ, ഒരു സെക്കൻഡ്. ഇല്ല, പഴയത് തന്നെ മതി. ഇതിപ്പോ കേൾക്കുന്നില്ല. Hello everyone, thank you for joining. And ഇന്നത്തെ ക്ലാസ് ഇൻട്രോ ടു ഫിഗ്മ ഫ്രം എ ഡെവലപ്പേഴ്സ് പെർസ്പെക്റ്റീവ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ ആം അശ്വിൻ ജിം. ഞാൻ വിശ്വജ്യോതി കോളേജിൽ ക്യാമ്പസ് കോ-ലീഡാണ്, GEDTയിൽ ടെക് ലീഡാണ്, ആൻഡ് ഓൾസോ ഐ ആം മൈക്രോസോഫ്റ്റ് ലേൺ സ്റ്റുഡൻറ് അംബാസിഡർ. ഇതൊക്കെ വെറും പേരിനാണ്. സത്യത്തിൽ ചവിട്ടുകളിലാണ്, പ്രിൻസിപ്പളിൻ്റെ കാലൊടിക്കുന്ന ആളൊക്കെയാണ്, ബട്ട് പേരിന്. ഇന്ന് നമ്മൾ ഫിഗ്മയെ പറ്റി ഒരു ബേസിക് ഇൻട്രോ. അപ്പോൾ ഫിഗ്മയിൽ മെയിനായിട്ട് 3 ഫീച്ചേഴ്സാണുള്ളത്. 1 ഫിഗ്മ ഡിസൈൻ, 2 ഫിഗ്മ ബോർഡ് ആൻഡ് ഫിഗ്മ സ്ലൈഡ് ഡെക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ഡിസൈനിൽ നിന്ന് തുടങ്ങാം. അതാണ് ഫിഗ്മയുടെ പ്രൈമറി പാർട്ടായിട്ടുള്ള സാധനം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഫിഗ്മ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാം. ഓക്കെ, ഫിഗ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UI UX ഡിസൈനേഴ്സും പ്രൊഡക്റ്റ് ഡെവലപ്പേഴ്സും ഡെവലപ്പേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ UI ഉണ്ടല്ലോ, യൂസർ ഇൻ്റർഫേസ്, അതെങ്ങനെ ഇരിക്കേണ്ടതെന്ന് ഡിസൈൻ ചെയ്യുന്ന ഒരു ടൂളാണ് ഫിഗ്മ പ്രൈമറിലി.
ഇതിനപ്പുറം ഫിഗ്മ വെച്ച് പല കാര്യങ്ങളും ചെയ്യാം. പോസ്റ്റർ ഡിസൈൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഫിഗ്മ ഉപയോഗിക്കാം. ബട്ട് ഇതാണ് ഫിഗ്മയുടെ പ്രൈമറി ഇൻറ്റൻഷൻ. പിന്നെ രണ്ടാമത്തെ സാധനം ഫിഗ് ജാം എന്ന് പറഞ്ഞാണ്. ഫിഗ് ജാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു കൊളാബറേറ്റ് ചെയ്ത് ബ്രെയിൻ സ്റ്റോം ചെയ്യണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഫിഗ് ജാം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ PPT ഉണ്ടാക്കുമല്ലോ, PPT ഉണ്ടാക്കാൻ ഇതുപോലെ ഫിഗ്മ സ്ലൈഡ്സ് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. ഇത് വെച്ച് നമുക്ക് ഫിഗ്മയുടെ സംഭവങ്ങൾ വെച്ച് തന്നെ PPT ഉണ്ടാക്കാൻ പറ്റും. ഇത് മൂന്നാണ് ഫിഗ്മയുടെ മെയിൻ 3 പാർട്സ്. ബട്ട് മെയിൻലി ഈ ഡിസൈൻ എന്ന് പറയുന്ന സാധനമാണ് ഇവരുടെ പ്രൈമറി സാധനം. ഓക്കെ, ഇനി എങ്ങനെ ഒരു ഡിസൈൻ ഫയൽ ഉണ്ടാക്കാമെന്ന് ഞാൻ ആദ്യം കാണിച്ചു. ഇവിടെ ക്രിയേറ്റ് ന്യൂവിൻ്റെ ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ പോയിട്ട് ഡിസൈൻ ഫയൽ നിൽക്കുമ്പോൾ ഇതുപോലൊരു ബ്ലാങ്ക് പേജ് വരും. ഇതാണ് എസെൻഷ്യലി സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള സംഭവം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അസറ്റ്സ് പേജ്. ഇവിടെയാണ് ഫയല്, അസറ്റ്സ്, ലെയേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നത്. റൈറ്റ് സൈഡിൽ നമ്മൾ ഓരോ എലമെന്റ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ പ്രോപ്പർട്ടീസും കാണിക്കുന്ന ഭാഗമാണ് ഈ ഭാഗം. ആൻഡ് ദിസ് തിങ്, ഇതാണ് ഇതിൻ്റെ പ്രൈമറി സാധനമായ ടൂൾ ബാർ. ഇതിലാണ് എല്ലാ ടൂൾസും നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഇതിനകത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഫിഗ്മയെ പറ്റി പഠിപ്പിക്കാനായിട്ട് ഞാനൊരു ലോഗിൻ പേജ് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്, വാക്ക് ത്രൂ പോലെ. അപ്പം ഞാൻ ആദ്യം ഫിഗ്മയിൽ ഉണ്ടാക്കിയ ഡിസൈൻ ആദ്യം കാണിച്ചു തരാം. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഫിഗ്മയിൽ ഉണ്ടാക്കിയ ആദ്യത്തെ ഡിസൈൻ. ഞാൻ S2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പൈത്തണിൽ ടിക്കിൻഡർ എന്ന് പറഞ്ഞ ലൈബ്രറീനെ പറ്റി കേട്ട് അതിൽ പൈത്തണിൽ UI ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഫിഗ്മയിൽ അന്ന് ഡിസൈൻ ചെയ്ത സാധനമാണിത്. അത് കഴിഞ്ഞിട്ട് 2 years ലേറ്റർ ഞാൻ അവസാനമായിട്ട് ഡിസൈൻ ചെയ്ത ലോഗിൻ പേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലോഗിൻ പേജ് ഉണ്ടാക്കണ എങ്ങനെയാണെന്നാണ്. അപ്പം എസെൻഷ്യലി ഞാൻ റെഫറൻസ് ആയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന് മുമ്പ് ഫിഗ്മ മെയിൻലി ഒരു കൊളാബറേറ്റീവ് സാധനം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൊളാബറേറ്റീവ് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കൂടെ ചെയ്തു നോക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം തന്നെ ഞാൻ ഇൻവൈറ്റ് പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറുള്ളവരൊക്കെ ജോയിൻ ചെയ്ത് വേണമെങ്കിൽ ഒന്നിച്ച് ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഓക്കെ, ഈ ഒരു പേജ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൊത്തം ഇരിക്കുന്ന ഒരു ലേ ഔട്ട് ഉണ്ടല്ലോ, അതിന് ഫ്രെയിം എന്നാണ് പറയുന്നത്. എസെൻഷ്യലി എവറിത്തിങ് ഇൻ ഫിഗ്മ ഈസ് കമ്പോസ്ഡ് ഓഫ് ഫ്രെയിം. ഈ ഫ്രെയിമിനകത്ത് വെച്ചാണ് എല്ലാ സാധനവും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വെൽക്കം ഇഗ്നേറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ F8 പിടിച്ചേക്കിയിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തൊരു ഫ്രെയിം ഉണ്ടാക്കാം. ബട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഫ്രെയിം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ റാൻഡം റെസൊല്യൂഷൻ ആയി പോകും. അതിന് പകരം നമുക്ക് ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഫോൺ, ടാബ്ലറ്റ്, ഡെസ്ക്ടോപ്പ് അങ്ങനെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സൈസസ് ഉണ്ട്. ഇപ്പം മാക്ബുക്ക് പ്രോ സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചോ, മാക്ബുക്ക് പ്രോന്റെ റെസൊല്യൂഷനിലുള്ള ഫ്രെയിം കറക്റ്റ് ഇതുപോലെ ജനറേറ്റ് ആയി വരും. അപ്പം ഇനി ഈ ഡിസൈൻ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഈ ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് ഈ ലാൻഡിംഗ് പേജ് പോലത്തെ ടെക്സ്റ്റ്, 3 ടെക്സ്റ്റ് ബോക്സ്, ഒരു സൈനപ്പ് ആൻഡ് ഒരു ഫോർഗോട്ട് പാസ്വേഡ്. എസെൻഷ്യലി ഈ സംഭവം എല്ലാം
നമ്മൾ ഇവിടെ വരുത്തണം. ആൻഡ് ഇതിൻ്റെ കൺട്രോൾസ് ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞുതരാം. മൗസിൻ്റെ മിഡിൽ ബട്ടനെ പിടിച്ചേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്താൽ ഫ്രെയിംസ് ഒക്കെ മൂവ് ചെയ്യാം. ആൻഡ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം വരും. ഓക്കെ, ഇത് മൂന്നാണ് ബേസിക് ഇൻട്രാക്ഷൻസ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ലേയേഴ്സ്. ഫോട്ടോഷോപ്പ് അങ്ങനത്തെ എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള അതേ ലേയേഴ്സ് തന്നെയാണ് ഈ ലേയേഴ്സ്. ഇത് റൈറ്റ് സൈഡിൽ അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. അപ്പം തുടങ്ങാം. മെയിനായിട്ട് ഈ വെൽക്കം ടു ഹെൽത്ത് കാർഡ് പ്രോ എന്നുള്ള ടെക്സ്റ്റ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓക്കെ ഇതിൽ പണിതോ. ഓക്കെ, മിസ്റ്റർ അനോണിമസ് പണിയാൻ വേണ്ടി ഫോർ അനോണിമസ് ആൻഡ് ഓക്കെ. കാണുന്നവർ ഇത് ശ്രദ്ധിച്ചാൽ മതി, ചെയ്യുന്ന ആൾക്കാർ കേൾക്കണ വെച്ച് റീക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വെൽക്കം ടു ഹെൽത്ത് കാർഡ് പ്രോ എന്നുള്ള ടെക്സ്റ്റ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെക്സ്റ്റിൻ്റെ ബോക്സ് എടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. ആൻഡ് വിൽ ടൈപ്പ് വെൽക്കം ടു ഹെൽത്ത് കാർഡ് പ്രോ. അപ്പോൾ ഇതിൻ്റെ ഫോണ്ട് സൈസ് ചെറുതായിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എസെൻഷ്യലി സെലക്ട് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ ഇവിടെ ടെക്സ്റ്റ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടോ, അത് നമ്മൾ സെലക്ട് ചെയ്ത എലമെന്റ് അനുസരിച്ച് ഇവിടെ മാറി വരും. അതിൻ്റെ ടൈപ്പോഗ്രഫിയിൽ ഫോണ്ട് സൈസ് നമ്മൾ വലുതാക്കിയാൽ മതി. ഫോണ്ട് സൈസ് വലുതാക്കണം. ആൻഡ് ഈ കളർ മാറ്റാൻ വേണ്ടി കളർ മാറ്റാനുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫിൽ കളർ നോക്കണം. അതിൽ പോവുക. ഈ ഫയലിലുള്ള കളേഴ്സ് ഓൾറെഡി ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാകും. ഓൺ ദിസ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതിൽ നിന്ന് കറക്റ്റ് കളർ തന്നെ വന്നോളൂ. അതിപ്പം സെലക്ട് ചെയ്യാം. അപ്പം ആ കളറിലായിക്കോളും. ഇനി ഫോണ്ട് മാറ്റാൻ വേണ്ടി ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫോൺസ് ഉണ്ടാവും. ഇനി സബ് ടെക്സ്റ്റ് അതുണ്ടാക്കാനായിട്ട് നമ്മൾ അടുത്ത ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. And I'm pasting it here. ഓക്കെ, ഇങ്ങനെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തിട്ട് ഈ അലൈൻമെന്റിന്റെ സംഭവം കണ്ടോ, അലൈൻമെന്റ് ഇതിനനുസരിച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഇപ്പോൾ ഈ രണ്ട് സാധനം ഒറ്റ കമ്പോണൻ്റ് ആണ്. ഇത് ഒറ്റ പീസാക്കി ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് CTRL-G പിടിച്ചേക്കുന്നു. അപ്പം ഇത് ഒറ്റ എലമെന്റ് ആയിട്ട് മാറും. പിന്നെ നമുക്ക് ഇത് മൂവ് ചെയ്താൽ സെപ്പറേറ്റ് ആയിട്ടല്ലാതെ ഒറ്റ പീസായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അലിയ സൈജു എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ എസെൻഷ്യലി നമ്മൾ ആ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞു. സോ ടു റീക്യാപ്പ്, ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് ടെക്സ്റ്റ് അടിച്ചു, അടുത്ത ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് അടുത്ത ടെക്സ്റ്റും എൻ്റർ ചെയ്തിട്ട് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്തു. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കമ്പോണന്റ് കിട്ടി. ഇനി ഈ ഇമെയിൽ, നെയിം, പാസ്വേഡ് എന്നുള്ള 3 ബോക്സസും ഒരു സൈനപ്പ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെടുക്കുക.
ഏകദേശം ആ ഷേപ്പൊക്കെ തന്നെ റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കുക. വരച്ചിട്ട് അതിനകത്ത് ഇമെയിൽ അഡ്രസ്സിന് പ്ലേസ് ഹോൾഡർ കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് എടുക്കുക, അതിനകത്ത് ഡ്രാഗ് ചെയ്യുക, ഇമെയിൽ autocorrect is making it down. Okay. ഇമെയിൽ അഡ്രസ് അടിക്കുക. നമ്മൾ അതിൻ്റെ ഫോണ്ട് മാറ്റുന്നു, ഫോണ്ട് സൈസ് മാറ്റുന്നു, ഫോണ്ട് മാറ്റുന്നു. ഓക്കെ. ഇച്ചോടെ ഒരു ലൈറ്റർ കളർ വേണമെങ്കിൽ കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരു ലൈറ്റർ കളർ കൊടുത്തു. ഓക്കെ. നോ ഇതിൻ്റെ പൊസിഷനിങ് ഇതുപോലെ മാച്ച് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ആക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് വെർട്ടിക്കലി ഡ്രാഗ് ചെയ്ത് കഴിയുമ്പം ഹൊറിസോണ്ടൽ ലോക്കിങ് കാണിക്കും, ഹൊറിസോണ്ടലി ലാഗ് ചെയ്ത് കഴിയുമ്പം വെർട്ടിക്കൽ ലോക്കിങ് കാണിക്കും. എസെൻഷ്യലി അപ്പോൾ നമ്മളിങ്ങനെ മൗസ് വെച്ച് മൂവ് ചെയ്ത് നമ്മുടെ ഇഷ്ടം പോലെ സെൻറ്റർ ചെയ്തെടുക്കുക. ദെൻ സെൻറ്റർ ചെയ്ത് കഴിയുമ്പം രണ്ടും ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് Ctrl+G പിടിച്ചേക്ക് ഗ്രൂപ്പ് ചെയ്യുക. ഇപ്പം ഈ എലമെന്റ് കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഈ എലമെന്റും ഈ 4 എലമെന്റും ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. Ctrl+D പിടിച്ചേക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ആവും. Ctrl+D പിടിച്ചേക്കിട്ട് ചുമ്മാ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ ഓർമ്മ കിട്ടും. അപ്പം എസെൻഷ്യലി ഐ എം ഡൂയിങ് ഇറ്റ് 2 more times. അപ്പം 3 ടെക്സ്റ്റ് ബോക്സും ഒരു സൈനപ്പിനും വേണ്ടി സംഭവം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇനി ഇത് ഇതാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ആ റെക്റ്റാങ്കിൾ സെലക്റ്റഡ് ആവും. ഒന്നോടെ ക്ലിക്ക് ചെയ്താൽ ആ ടെക്സ്റ്റ് സെലക്റ്റഡ് ആവും. ഈ ഹൈറാർക്കിയുടെ സംഭവം ഇവിടെ മാറി വരുന്നത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇമെയിൽ അഡ്രസ്സ് റെക്റ്റാങ്കിളിൻ്റെ മുകളിലാണ്. അപ്പം അതുകൊണ്ട് ഇമെയിൽ അഡ്രസ്സ് വിസിബിളാണ്. ഇപ്പം ഇത് വലിച്ച് താഴേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് ഇൻവിസിബിൾ ആയിരിക്കും. അപ്പം എന്തുണ്ടെങ്കിലും ഏതെങ്കിലും എലമെന്റ്സ് കാണാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ലെയറിങ് കറക്റ്റാണെന്ന് നോക്കിയാൽ മതി. ഈ ക്യാൻവ പോലത്തെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് അത്യാവശ്യം സിമിലറാണ്. ഓക്കെ. ഇനി നമ്മൾ ഇതുപോലെ ആക്കാൻ വേണ്ടി ഇമെയിൽ അഡ്രസ്സ് രണ്ടാമത്തെ മാറ്റി നെയിം ആക്കുക, മൂന്നാമത്തെ മാറ്റി പാസ്വേഡ് ആക്കുക. ആൻഡ് നാലാമത്തെ സൈനപ്പ് ബട്ടൺ ആക്കാൻ വേണ്ടി സൈനപ്പ് ആൻഡ് ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, സെൻറ്റർ ചെയ്യുക. ഒരു ബേസിക് സൈനപ്പ് പേജിനുള്ള സാധനമായിട്ടുണ്ട്. ഇനി കുറച്ച് ഇവിടുത്തെ പ്രോപ്പർട്ടീസിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം ടെക്സ്റ്റ് ബോക്സ് അല്ല, റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് കഴിയുമ്പം ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഗ്രൂപ്പ് എന്ന് എഴുതി കാണിച്ചിരിക്കുന്നത്. ഫ്രെയിമെ ക്ലിക്ക് ചെയ്താൽ ഫ്രെയിം എന്ന് എഴുതി കാണിക്കുക. അപ്പോൾ എലമെന്റ് സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ മാറി വരും. റെക്റ്റാങ്കിളിൽ അൺഗ്രൂപ്പ് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ എടുത്തു. റെക്റ്റാങ്കിൾ മെയിനായിട്ട് പൊസിഷൻ, ലേഔട്ട്, അപ്പിയറൻസ്, ഫില്ല്, സ്ട്രോക്ക് എഫക്ട്സ്, എക്സ്പോർട്ട്, ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത്. ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. പൊസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രെയിമിൽ വിത്തിനായിട്ടുള്ള പൊസിഷനിങ് ആണ് ഈ പൊസിഷൻ. എക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ എക്സ് ആക്സിസിൽ മൂവ് ചെയ്യും, വൈ മാറ്റിയാൽ വൈ ആക്സിസിൽ മൂവ് ചെയ്യും. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ മൗസ് പോയിന്റർ വെച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്യാം. ദെൻ ദിസ് ഇസ് ആംഗിൾ, ഇങ്ങനെ കറക്കാനും ഒക്കെയുള്ള ആംഗിൾ. ഇത് മിറർ, റൊട്ടേറ്റ്,
വെർട്ടിക്കൽ ഫ്ലിപ്പ്, ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് ആൻഡ് ലേഔട്ട്. ഇതാണ് ഇതിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ലേഔട്ടിനനുസരിച്ചാണ് ഇവിടെ സൈസ് വരുന്നത്. ആൻഡ് ഇത് ഈ കോർണർ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എസെൻഷ്യലി റൗണ്ടഡ് കോർണേഴ്സ് ഉണ്ടോ, അത് വരാൻ വേണ്ടി നമ്മൾ ഈ റെക്റ്റാങ്കിളിനെ റൗണ്ട് ചെയ്താൽ മാത്രം മതി. നമ്മൾ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, ഈ കോർണർ റേഡിയസ് ഇൻക്രീസ് ചെയ്യുക, അന്നേരം കോർണർ റേഡിയസ് ഇൻക്രീസ് ചെയ്തൊരു റൗണ്ടഡ് പില്ല് പോലെ ആകുന്നുണ്ടോ. ഇനി അങ്ങനെ എല്ലാത്തിനും ചെയ്യാൻ വേണ്ടി ഞാൻ കൺട്രോളെ പിടിച്ചേക്ക്, ഷിഫ്റ്റ് പിടിച്ചേക്ക് എല്ലാം സെലക്ട് ചെയ്യുക, അപ്പിയറൻസിൽ പോവുക, കോർണർ റേഡിയസ് എല്ലാത്തിനെയും കൂട്ടുക. അപ്പോൾ എല്ലാത്തിൻ്റെയും കോർണർ റേഡിയസ് കൂടി. ഇനി ഇതുപോലെ ആ കളർ കിട്ടാനായിട്ട് മൂന്നെണ്ണം സെലക്ട് ചെയ്തു. ആൻഡ് ഇതിലിപ്പം ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ബ്ലാക്ക് ടെക്സ്റ്റിൻ്റെ ആണ്, ആ ഗ്രേ പോലത്തെ ടെക്സ്റ്റ് ബോക്സ് റെക്റ്റാങ്കിളിൻ്റെ. നമ്മൾ ഇത് സെലക്ട് ചെയ്യുക ആൻഡ് ഈ ടിൻഡുള്ള ഗ്രീൻ കൊടുക്കുക. ഓക്കെ, ഈ ഗ്രീൻ കൊടുക്കുക. അപ്പം കളർ മാറും. ഇനി സൈനപ്പ് പേജിൻ്റെ കളർ മാറ്റാനായിട്ട് സൈനപ്പ് പേജ് ക്ലിക്ക് ചെയ്യുക ആൻഡ് വേറെ കളർ കൊടുക്കുക. ഇപ്പോൾ തിരിഞ്ഞ് സെലക്ട് ചെയ്യുക ആൻഡ് ആ കളർ ഓക്കെ. ആ കളർ കിട്ടാൻ വേണ്ടി ഈ കളർ പിക്കർ ഉണ്ടോ, കളർ പിക്കർ എടുക്കുക, ഇവിടെ വരിക, പിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ കളർ കിട്ടും. ഇനി ബാക്കിയുള്ളത് ഈ ലോഗിൻ ബട്ടണും ഫോർഗോട്ട് പാസ്വേഡിൻ്റെ ലിങ്കും. അതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ടെക്സ്റ്റ് എടുക്കുന്നു, ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, ഇവിടെ കളർ മാറ്റുന്നു, ഫോണ്ട് മാറ്റണമെങ്കിൽ ഫോണ്ട് മാറ്റുന്നു, ആൻഡ് നമ്മൾ ഇത് റീസൈസ് ചെയ്യുന്നു. ആഫ്റ്റർ റീസൈസിങ് നമ്മൾ ഇവിടെ കൊണ്ടിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ വെക്കുക. ഇത്ര ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇച്ചിരി മൂവ് ചെയ്ത് ശരിയാക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഈ ലോഗിൻ ഇതും ഇതുവരെ പറഞ്ഞ സ്റ്റെപ്സ് വെച്ച് തന്നെ റീക്രിയേറ്റ് ചെയ്യാം. ആൻഡ് എസെൻഷ്യലി ഓൾമോസ്റ്റ് 1 ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇപ്പം ഇതുവരെ ചെയ്തല്ലാതെ ഞാൻ കുറച്ച് ടൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലെയേഴ്സിനെ പറ്റി ആദ്യം തന്നെ പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രെയിം. മാക്ബുക്ക് പ്രോ 16 ഇഞ്ചിൻ്റെ സൈസ് ആയതുകൊണ്ടാണ് മാക്ബുക്ക് പ്രോ 16 ഇഞ്ച് എന്ന് എഴുതിയേക്കണേ. ആൻഡ് ആ ഹയറാർക്കിയിൽ ആദ്യം കിടക്കണ ഈ ടെക്സ്റ്റാണ്. അതുകൊണ്ട് ആ ടെക്സ്റ്റ് ഫോർഗോട്ട് പാസ്വേഡ്, ദെൻ ഗ്രൂപ്പ് 5, ഗ്രൂപ്പ് 4, ഗ്രൂപ്പ് 3 ആൻഡ് ഗ്രൂപ്പ് 6. ഇതെല്ലാം ആണ് ഈ ഫ്രെയിമിലുള്ള ലേയേഴ്സ്. അതുകൊണ്ടാണ് ഈ ഫ്രെയിമിനുള്ളിൽ ഈ ലേയേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ബിഗർ പ്രൊജക്ട്സ് ചെയ്യുമ്പം കമ്പോണൻ്റ് ഒക്കെ പെട്ടെന്ന് ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിനെ റീനെയിം ചെയ്യാം. ഇതുപോലെ എല്ലാ ഗ്രൂപ്പും റീനെയിം ചെയ്യാം. ആൻഡ് എസെൻഷ്യലി ലെയേഴ്സിനെ പറ്റി ഇത്രേ പറയാനുള്ളൂ. ദെൻ ലെയറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെൻറ്റ് ബാക്ക് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലെയർ ഫ്രെയിമിൻ്റെ പുറകിൽ പോകണം വരെ വിസിബിൾ ആയിരിക്കും. ഫ്രെയിമിൻ്റെ പുറകിൽ പോയാൽ കാണാൻ പറ്റില്ലാത്ത രീതിയിലാവും. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ ലെയറിംഗ് ഉള്ള പോസ്റ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ
ഈ ലെയറിങ് നോക്കി നമ്മൾ ചെയ്യണം. ഇനി റൈറ്റ് സൈഡിൽ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനവും നമ്മൾ കവർ ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, എക്സ്പോർട്ട്. എസെൻഷ്യലി എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ സാധനം നമ്മൾ ഡിസൈൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ഇമേജ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക, PNG ആണോ JPG ആണോ PDF എന്താണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക, പ്രിവ്യൂ നോക്കുക, എക്സ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് ഹൗ വി എക്സ്പോർട്ട് ഫിഗ്മ ഫയൽ. പിന്നെ ഇവിടെ ഫിഗ്മ ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഇനി ഇപ്പൊ ഒരു ബേസിക് ലോഗിൻ പേജ് നമ്മൾ ഡിസൈൻ ചെയ്തല്ലോ. ഇതുപോലെ ഗൗതമും ചെയ്തു. ഗൗതം ആദ്യമായിട്ട് ചെയ്യണമെന്നോ എന്നറിയത്തില്ല, എങ്കിലും ഇത്രയും പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇനിയാണെങ്കിലും ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി മൂവിങ് ഓൺ. ഇത് ബേസിക് UI ഡിസൈൻ പാർട്ട് ഇത്രേ ഉള്ളൂ. കുറെ കമ്പോണൻസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അലൈൻ ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറ്റുക, ലെയർ ചെയ്ത് വെക്കുക, ഇത്രേ ഉള്ളൂ മെയിനായിട്ട്. ഞാൻ കുറച്ച് ടൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ ആദ്യം കാണുന്നത് മൂവ് ടൂള്. അത് വെച്ച് നമുക്ക് ഓരോ ഫ്രെയിമും കമ്പോണൻസ് ഒക്കെ മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്യുമ്പോൾ ഇതുപോലെ അലൈൻമെൻറ്റും സാധനമൊക്കെ തന്നെ എഴുതി കാണിച്ചോളൂ. പിന്നെ രണ്ടാമത്തെ ഹാൻഡ് ടൂൾ വെച്ച് നമുക്ക് ക്യാൻവാസ് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് സ്കെയിൽ ടൂൾ എന്ന് വെച്ചാൽ സാധാ സ്കെയിൽ ടൂൾ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാൻ വേണ്ടിയുള്ളതാണ്. ആദ്യം ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ സ്കെയിൽ. ഷിഫ്റ്റ് പിടിച്ചേക്കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്കെയിൽ ചെയ്യുമ്പോൾ യൂണിഫോം ആയിട്ട് സ്കെയിൽ ആയിക്കോളും. ഓക്കെ, ദെൻ ഇത് ഫ്രെയിം ടൂൾ. ഫ്രെയിം വെച്ചാണ് നമ്മൾ ആദ്യം തന്നെ മാക്ബുക്ക് പ്രോന്റെ ഫ്രെയിം ഉണ്ടാക്കിയത്. സെലക്ഷൻ ടൂള് സെലക്ട് ചെയ്യാൻ വേണ്ടിയും കട്ട് ചെയ്യാൻ വേണ്ടിയാണ് സ്ലൈസ് ടൂള്. ഇതാണ് ബേസിക് ഷേപ്സ് എല്ലാം. ഈ ഷേപ്സ് വെച്ച് തന്നെ നമുക്ക് ഒരുമാതിരി എല്ലാ എലിമെന്റ്സും ഉണ്ടാക്കാം. ആൻഡ് പെൻ ടൂള്, പെൻസിൽ ടൂള്, SVGs ഉണ്ടാക്കാനുള്ള അത് ഒത്തിരി കാര്യമാക്കണ്ട. ടെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ദിസ് കമന്റ് ടൂൾ ആണെങ്കിൽ അതെ ഗൗതം ഉണ്ടാക്കണമെങ്കിൽ എനിക്കൊരു കമന്റ് പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും റിവ്യൂ പറയണം. അതിനായിട്ട് നമ്മളവിടെ ക്ലിക്ക് ചെയ്യുക, എന്തെങ്കിലും റിവ്യൂ അടിക്കുക, എന്നിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഇത് ആക്ഷൻസ് എന്ന് പറഞ്ഞ ബട്ടണാണ്. ആക്ഷൻസ് ബട്ടൺസിൽ എല്ലാ ആക്ഷൻസ് അഗ്രിഗേറ്റ് ചെയ്ത് സെർച്ചബിൾ ആയിട്ട് വെച്ചേക്കുക. ഇപ്പം ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഫോണ്ട് സൈസ് അടിക്കുക, ഇൻക്രീസ് ഫോണ്ട് സൈസ് വരും. അങ്ങനെ എല്ലാ സാധനവും ഇതിനകത്ത് അഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് എടുക്കാൻ വേണ്ടി Ctrl+K ഞെക്കിയാലും ഈ ബട്ടണിലേക്കായാലും സെയിം റിസൾട്ട് ആക്ഷൻസ് വരും. ഇനി ബേസിക് UI ഡിസൈൻ ചെയ്തു. നമ്മളിപ്പോൾ ഒരു ലോഗിൻ പേജ് ആണല്ലോ ഡിസൈൻ ചെയ്തത്. ഈ ലോഗിൻ പേജ് ഇതൊരു ഇൻഡിവിജ്വൽ എലമെന്റ് ആണ്. ഇത് കൂട്ട് മൾട്ടിപ്പിൾ എലമെന്റ്സ് ഉണ്ടാവും ഒരു ശരിക്കുള്ള പ്രൊജക്റ്റിൽ. അപ്പം ആ മൾട്ടിപ്പിൾ എലമെന്റ്സ് തമ്മിലുള്ള ഒരു ഫ്ലോ അല്ലെങ്കിൽ മൂവ്മെന്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞ ഈ ടാബ് ഉണ്ടോ, ഇത് വെച്ചാണ് നമ്മൾ മൾട്ടിപ്പിൾ എലമെന്റ്സ് തമ്മിലുള്ള ഫ്ലോ കാണിക്കുന്നത്. അപ്പം അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ പ്രൊജക്റ്റിലോട്ട് മൂവ് ചെയ്യാണ്. ഇതിപ്പം ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയ പ്രൊജക്റ്റാണ്. ബട്ട് ഇതിലിപ്പം ഒത്തിരി പേജസ് ഉണ്ട്. സൈൻ അപ്പ് പേജ് ഉണ്ട്, ലോഗിൻ പേജ് ഉണ്ട്, OTP പേജ്, ക്വിസ് പേജ്, റീസെറ്റ് പാസ്വേഡ് പേജ് ഉണ്ട്, ഡാഷ്ബോർഡ് ആൻഡ് ലീഡർ ബോർഡ് പേജ്. ഇതിൽ ഇനി ഡിസൈൻ കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ പ്രോട്ടോടൈപ്പ് ചെയ്യാം ഞാൻ പറയാം. ഓക്കെ, നമ്മൾ ഡിസൈൻ ടാബിൽ നിന്ന് പ്രോട്ടോടൈപ്പ് ടാബിലോട്ട് സ്വിച്ച് ചെയ്യുക. അന്നേരം ഇതുപോലെ കുറെ ആരോസ് ഒക്കെ വരുന്നതാണ്. ഓക്കെ, ഈ ആരോസ് ഒക്കെയാണ് പ്രോട്ടോടൈപ്പ്. ഈ ആരോസ് ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ
ഇതെല്ലാം കോപ്പി ചെയ്യുക, നമ്മുടെ ക്യാൻവാസിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ആൻഡ് ഓക്കെ, എങ്ങനെ പ്രോട്ടോടൈപ്പ് ചെയ്യാൻ പറയാം. പ്രോട്ടോടൈപ്പ് ചെയ്യാനായി ഇതിന്റെ യൂസർ ഫ്ലോ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് ഇതിനനുസരിച്ച് ആരോ കൊടുക്കാണ് പ്രോട്ടോടൈപ്പ് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പം ഇത് സൈനപ്പ് പേജ്. സൈനപ്പ് പേജിൽ സൈനപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം നേരെ ലോഗിൻ പേജിലോട്ട് പോകണം. അതിനായിട്ട് നമ്മൾ സൈനപ്പ് പേജിന്റെ സൈനപ്പ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ ഒരു സർക്കിളും സർക്കിളിൽ പ്ലസും വരും. അതിൽ ഹവർ ചെയ്യുക, ക്ലിക്ക് ചെയ്ത് അടുത്ത ഇതിലോട്ട് ഡ്രാഗ് ചെയ്യുക. അന്നേരം ഇതുപോലെ ഒരു മെനു വരും. അപ്പം നമ്മൾ സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതുകൊണ്ട് ഓൺ ക്ലിക്ക് കൊടുക്കുന്നു. ചിലത് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ വരും. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ക്ലിക്ക് ആയത് നമ്മൾ ഓൺ ക്ലിക്ക് കൊടുക്കുന്നു. ആൻഡ് ഇത് ഈ പേജിൽ നിന്ന് അടുത്ത പേജിലോട്ട് നാവിഗേറ്റ് ചെയ്യാനായിട്ട് നാവിഗേറ്റ് ടു ആൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ലോഗിൻ എന്ന് പറഞ്ഞ ഈ ഫ്രെയിമിന്റെ പേര് കൊടുത്തേക്കുക. നമുക്ക് പിന്നെ ആനിമേഷൻ കൊടുക്കാം. ആനിമേഷൻ പല പല ആനിമേഷൻസ് ഉണ്ട്. നമ്മൾ PPTയിലൊക്കെ ചെയ്ത പോലെ ഉള്ള ആനിമേഷൻ ട്രാൻസിഷൻ ഒക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ ഇപ്പോൾ സ്മാർട്ട് ആനിമേറ്റ് കൊടുക്കുക. ആൻഡ് ക്ലോസ്. ഇനി അടുത്തത് നമ്മൾ നോക്കുക, ഇതിൽ കീ ആയിട്ടുള്ള ആക്ഷൻ എലമെന്റ്സ് എന്നൊക്കെയാണ് നോക്കിയാൽ മതി. അപ്പൊ ഇനി ഫോർഗോട്ട് പാസ്വേഡ് ഉണ്ട്. ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്താൽ നമ്മൾ റീസെറ്റ് പാസ്വേഡ് പേജിലോട്ട് പോകണല്ലോ. അപ്പോൾ പ്ലസ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ആൻഡ് ഓക്കെ റീസെറ്റ് പാസ്വേഡ് പേജിലോട്ടാണ് പോകുന്നത്. ബട്ട് ഓക്കെ, റീസെറ്റ് പാസ്വേഡ് പേജ് അത് നമ്മളെടുത്ത് ഇവിടെ വെക്കുന്നു. ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തു. ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്ത് കഴിയുമ്പം OTP പേജിലോട്ട് പോകണം. അതിനായിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു, OTP പേജിലോട്ട് പോകുന്നു. ആൻഡ് ഇതിൽ പല ഇന്ററാക്ഷൻ നമുക്ക് മാറ്റി കൊടുക്കാം. ബട്ട് ഇവിടെയും ഓൺ ക്ലിക്ക് ആയതുകൊണ്ട് നമ്മൾ ഓൺ ക്ലിക്ക് തന്നെ കൊടുക്കുന്നു. ആൻഡ് OTP ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ഇന്ററാക്ഷനും ഫില്ലും ചെയ്യും. എസെൻഷ്യലി എല്ലാ ഇന്ററാക്ഷനും ഇതുപോലെ നമ്മൾ പ്രോട്ടോടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ഡിവൈസ് സെലക്ട് ചെയ്യാം. നമ്മൾ മാക്ബുക്ക് 16 പ്രോയ്ക്ക് വേണ്ടി എടുത്തുകൊണ്ട് മാക്ബുക്ക് പ്രോ എടുക്കുക. ഈ പ്രസന്റ് എന്നുള്ള ബട്ടനെ പിടിച്ചെടുക്കുക. അപ്പം നമ്മൾ ഡിസൈൻ ചെയ്ത UI നമ്മളാദ്യം UI ഡിസൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രോട്ടോടൈപ്പ് വെച്ച് യൂസർ ഫ്ലോ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പ്രസന്റ് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ വരും. ഞാനിത് ഉണ്ടാക്കിയ ഡെസ്ക്ടോപ്പിന് വേണ്ടി, അതുകൊണ്ട് പ്രസന്റ് ചെയ്തപ്പോൾ അങ്ങനെ ഒന്ന്. അപ്പം പ്രോട്ടോടൈപ്പ് പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കുറച്ച് സമയത്ത് ലോഡാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇതില് നമുക്ക് ഇവിടെ കുറെ സെറ്റിങ്സ് ഉണ്ട്, അത് കാര്യമാക്കണ്ട. ഈ ബട്ടൺ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഉള്ള ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ലോഗിൻ, സൈനപ്പ്. ലോഗിൻ ബട്ടനെ പിടിച്ചേക്കുക. നമ്മൾ ക്വിസ് പേജിലോട്ട് പോകുന്നതായിരുന്നു ഇന്ററാക്ഷൻ കൊടുത്തിരുന്നത്. അതുകൊണ്ട് ലോഗിൻ ബട്ടനെ പിടിച്ചേക്കുമ്പോൾ നമ്മൾ ക്വിസ് പേജിലോട്ട് പോകും. ഇനി ഇതുപോലെ സൈനപ്പ് പേജിൽ ഫോർഗോട്ട് പാസ്വേഡ് ഇന്ററാക്ഷൻ ഉണ്ട്, സൈനപ്പ് ഉണ്ട്, ലോഗിൻ നമ്മൾ കൊടുത്തിരുന്നില്ല, ബട്ട് ലോഗിനും ഉണ്ട്. നമ്മൾ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുമ്പോൾ നേരെ OTP പേജിലോട്ട് പോകും. അതുപോലെ സൈനപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ പേജിലോട്ടും പോകും. ഓക്കെ, ഇത് ഇങ്ങനെയാണ് പ്രോട്ടോടൈപ്പിംഗ് ചെയ്യുക. എന്നിട്ട് പ്രോട്ടോടൈപ്പിംഗ് വ്യൂ ചെയ്യണത് ഇങ്ങനെയാണ്. ഇതെന്തിനാ ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇത് എസെൻഷ്യലി ഡിസൈൻ ഫേസിൽ നിന്ന് മാറി ഇംപ്ലിമെന്റേഷൻ ഫേസിലോട്ട് വരുമ്പോൾ
ഡെവലപ്പേഴ്സ് ഇത് റെഫർ ചെയ്താണ് പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് യൂസർ ഫ്ലോ മനസ്സിലാക്കാനും പിന്നെ യൂസർ എക്സ്പീരിയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്ക് ഇതിന്റെ പ്രോട്ടോടൈപ്പ് ശരിക്കുള്ള യൂസേഴ്സിനെ വെച്ച് ടെസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ, എന്തെങ്കിലും യൂസർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് മെയിനായിട്ട് ഈ പ്രോട്ടോടൈപ്പിന്റെ ഫീച്ചർ ഉപയോഗിക്കുന്നത്. ഇനി എസെൻഷ്യലി ഫിഗ്മയിലെ ഓൾമോസ്റ്റ് ഒരു 80% കവർ ചെയ്തു. ഇത്രയും തന്നെയാണ് ഫിഗ്മയുടെ മെയിൻ പാർട്ടായിട്ടുള്ളത്. ഇനി ഫിഗ്മയുടെ ഉള്ള രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇവിടെ പോവാ ഫിഗ് ജാം ബോർഡ്. ഫിഗ് ജാം ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ ഇപ്പം ഒരു ട്രിപ്പ് പോകണം. ട്രിപ്പ് പോകാൻ വേണ്ടി നമ്മൾ ഒരു 5-6 ഫ്രണ്ട്സ് ഉണ്ട്. 5-6 ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് ട്രിപ്പ് പോകാൻ വേണ്ടി നമ്മൾ പ്ലാൻ ഇടുക. പ്ലാൻ ഇടുമ്പം കുറെ റീലും അവിടെ നിന്ന് ഇവിടുന്ന് ലിങ്കൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ കൊണ്ടുവരുമല്ലോ. ഇങ്ങനെ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് നമുക്ക് ഈ ഫിഗ്മ ചെയ്ത പോലെ തന്നെ ബട്ട് ഫോർ കൊളാബറേഷൻ ആൻഡ് ടീം വർക്കിന് വേണ്ടി നമുക്ക് ഫിഗ് ജാം ഉപയോഗിക്കാം. ഫിഗ് ജാമിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഗ്മയിലെ പോലെ തന്നെ സെലക്ട് ടൂളും ഹാൻഡ് ടൂളും ഉണ്ട്. ദെൻ വി ഹാവ് മാർക്കർ. അത് ഇങ്ങനെ പല ടൈപ്പ് മാർക്കർ ഉണ്ട്. ഇങ്ങനെ ടേപ്പ് ഒക്കെ ഉണ്ട്, ഇറേസർ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ദെൻ സ്റ്റിക്കി നോട്ട്സ്. എന്തെങ്കിലും പഠിക്കണമെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്. നമുക്കിവിടെ ടെക്സ്റ്റ് സൈസ് മാറ്റാം, സ്റ്റിക്കി നോട്ടിന്റെ കളർ മാറ്റാം, അങ്ങനെ പല പല ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ടെക്സ്റ്റിനായിട്ട് ടെക്സ്റ്റിന്റെ ഉണ്ട്, ടേബിളിന് ടേബിൾ ഉണ്ട്. അങ്ങനെ പല പല എലിമെന്റ്സ് ഇവിടെ ഉണ്ട്. പിന്നെ കുറെ ഐഡിയാസ് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി അതിൽ സ്റ്റാമ്പ് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. പിന്നെ ഇവിടെ കുറെ കോഡ് കുറെ എക്സ്ട്രാ കമ്പോണൻസ് ആയിട്ട് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഇതാണ് കോഡ് സ്നിപ്പെറ്റ് വെക്കാൻ വേണ്ടി നമുക്ക് കോഡ് മാറ്റാം, അങ്ങനെ പലതും ചെയ്യാൻ വേണ്ടി. ഇതിന്റെ ഒരു എക്സാമ്പിള് ഞാൻ കാണിച്ചു തരാം. കോഡ് ഓക്കെ, ഇത് ഞാൻ എൻ്റെ കോളേജിന് വേണ്ടി ചെയ്ത മിനി പ്രൊജക്റ്റിന് എൻ്റെ മിനി പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് എന്താ ഉണ്ടാക്കേണ്ട സംഭവം എന്താന്നൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു കൊളാബറേറ്റീവ് കോൾ വിളിച്ചിട്ട് ഉണ്ടാക്കിയ സംഭവമാണ് ഇത്ര സംഭവം. ഇനി അതിൽ ഫ്രണ്ട്സുമായിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇങ്ങനത്തെ എലമെന്റ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, ഇത് ഫിഗ്മയായിട്ട് അത്യാവശ്യം സിമിലർ ആണ്. ഇത് ഫിഗ് ജാമിൽ ബട്ട് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കോളിന്റെ ടാബിലാണ്. ഇവിടെ ഫ്രണ്ട്സ് വന്നു കഴിയുമ്പം ഇതിൽ വന്ന പോലെ ഇങ്ങനെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും പേര് എഴുതി കാണിക്കും. ആൻഡ് ഇത് AI ഫീച്ചറാണ്. AI വെച്ച് നമുക്ക് ബ്രെയിൻ സ്റ്റോമിൻ്റെ ടെംപ്ലേറ്റ്സ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ദെൻ മറ്റേതുപോലെ തന്നെ കമൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം. ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് പാർട്ട്. ഇതിൽ നമുക്ക് ഒരു കൗണ്ട് ഡൗൺ പോലെ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇഷ്ടമുള്ള മ്യൂസിക് സെലക്ട് ചെയ്യുക, മ്യൂസിക് പ്ലേ ചെയ്യാം. പിന്നെ വോട്ടിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് സാധാരണ പോലെ ഷെയർ ബട്ടൺ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എസെൻഷ്യലി ആയിട്ടുള്ളത്. പിന്നെ ജാം ബോർഡിൽ എന്തൊക്കെ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഇത് പറയാം. നമ്മൾ എവിടെന്നെങ്കിലും ഒക്കെ ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്താൽ ഇതുപോലെ ലിങ്കിന്റെ പ്രിവ്യൂ വരും. മൾട്ടിപ്പിൾ രീതിയിൽ ലിങ്കിന്റെ പ്രിവ്യൂ നമുക്ക് ചൂസ് ചെയ്യാം. ഇങ്ങനത്തെ പല രീതിയിൽ നമുക്ക് ലിങ്ക്സ് എല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഈ സ്റ്റിക്കി നോട്ട് ഉണ്ടല്ലോ, സ്റ്റിക്കി നോട്ട് വെച്ച് ഓരോ ഐഡിയാസും ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇങ്ങനെ എഴുതിയിടാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അതെല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത്
സമ്മറൈസ് ചെയ്ത് ഇതുപോലെ ഒറ്റ ഇതാക്കി ആക്കാനൊക്കെ പറ്റും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്ലോ ചാർട്ട് ഡയഗ്രാം ഉണ്ടാക്കാം, സ്റ്റിക്കി നോട്ട്സ് ഇങ്ങനെ വെക്കാം, ഈ സംഭവം ഉണ്ടാക്കാം, അങ്ങനെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ ഫിഗ്മയിൽ ഉണ്ടാക്കിയൊരു ഡിസൈൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ചുമ്മാ കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പം ഓൾ ഇൻ ഓൾ നമുക്ക് വേണ്ട എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടിട്ട് ഒരു ഐഡിയയിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ സംഭവത്തിലുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ AI ടൂൾ വെച്ച് നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാം. ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് പ്ലാൻ എ ട്രിപ്പ് ടു ഗോവ ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിങ് പോലെ ഇങ്ങനെ ഫ്രെയിം ബൈ ഫ്രെയിം ഓരോ ഇതായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്കൊരു ടെംപ്ലേറ്റ് തന്നെ കിട്ടും. നമുക്ക് ഇതിനകത്ത് സ്റ്റിക്കി നോട്ട് ആഡ് ചെയ്യാം, ഷേപ്സ് ആഡ് ചെയ്യാം, ആരോസ് ആഡ് ചെയ്യാം, അങ്ങനെ എല്ലാ സാധനം ആഡ് ചെയ്യാം. ദെൻ പിന്നെ ഇതിൻ്റെ യൂസ് കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഡിസൈനിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഡേറ്റാബേസ്, പ്രോസസ്സർ, അങ്ങനെ എല്ലാ സാധനവും സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ ഫിഗ്ജാം എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാം. ദെൻ ഇനി ഫിഗ്ജാമിനെ പറ്റി പറയാനായിട്ട് ഒത്തിരി ഇനിയില്ല. നിങ്ങളാരെങ്കിലും എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യോ അല്ലെങ്കിൽ കുറെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഫിഗ്ജാം എടുക്കുക, എല്ലാ സാധനവും കൊണ്ടുവന്നിട്ട് എന്തെങ്കിലുമൊക്കെ അഗ്രിഗേറ്റ് ചെയ്ത് ഐഡിയയിലോട്ട് എത്തിപ്പെടാൻ വളരെ ഹെൽപ്ഫുൾ ടൂളാണ്. ഫ്രണ്ട്സിനെ വിളിക്കാൻ വേണ്ടി വാട്സാപ്പിൽ കൂടെ വിളിക്കണമെന്നില്ല. ഇതിൽ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഈ ഹെഡ്ഫോൺസിൻ്റെ പടത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൺവെർസേഷൻ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എസെൻഷ്യലി ഫിഗ്ജാം. ദെൻ വൺ മോർ സാധനമുണ്ട് ഇവിടെ. സ്ലൈഡ് ഡെക്ക് ഈസ് ബേസിക്കലി PPT തന്നെയാണ്. ബട്ട് ഫിഗ്മയുടെ ടൂൾസും അതിൻ്റെ ഇൻട്രാക്ഷൻസും വെച്ച് നമുക്ക് PPT ഉണ്ടാക്കാൻ വേണ്ടി ഫിഗ്മക്കാരുടെ PPT മാത്രമേ ഉള്ളൂ. അതിന് എക്സാമ്പിളായിട്ട് ഓക്കെ ഇത് വെച്ചുണ്ടാക്കിയ PPT ആണ്. സാധാരണ PPT ലെവൽ തന്നെ ഓരോ സ്ലൈഡ്സ് ഉണ്ട്. ഫിഗ്മയിലെ ടൂൾസ് പോലത്തെ സാധനം വെച്ച് നമുക്ക് ഫിഗ്മയിലെ അതേ ടൂൾ ബാറാണ്. ആ ടൂൾ ബാർ വെച്ച് നമുക്ക് ഇതിൽ എഡിറ്റ്സ് ഒക്കെ വരുത്താം. അത് കഴിഞ്ഞിട്ട് ഈ സ്ലൈഡ്സിന്റെ ടൂൾ ബാറിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് സ്ലൈഡ്സിൽ ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്യാം. മൂവ് ടൂള്, ടെക്സ്റ്റ് ടൂള് എല്ലാം സാധാരണ പോലെ തന്നെയുള്ള മറ്റേതിൽ അതേ ടൂൾസ് തന്നെയാണ്. പിന്നെ ലൈവ് ഇന്ററാക്ഷൻ ആയിട്ട് പോൾ അങ്ങനത്തെ സംഭവമൊക്കെ വേണമെങ്കിൽ ടീമായിട്ട് ചെയ്യുമ്പം ബ്രെയിൻ സ്റ്റോം ചെയ്യാനും കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിലും വ്യൂ ചെയ്യാൻ വേണ്ടി ഈ പ്ലേ ബട്ടണെ പിടിച്ച് വെക്കുമ്പോഴാണ് പ്ലേ ആവുന്നത്. സാധാ PPT തന്നെ, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഫിഗ്മയുടെ മെയിൻ ഒരു ഡെവലപ്പർ പെർസ്പെക്റ്റീവ് എന്നുള്ള മെയിൻ ഫീച്ചർ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഈ സ്വിച്ച് ഉണ്ടോ, ഡെവലപ്പർ മോഡ് എന്ന് പറയും. ഇത് ടോഗിൾ ചെയ്ത് കഴിയുമ്പം നമ്മൾ ഉണ്ടാക്കിയ ഡിസൈൻ ഒരു ഡെവലപ്പർ പെർസ്പെക്റ്റീവിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളായിട്ട് മൊത്തം കാണിച്ചു തരും. ആദ്യം തന്നെ ഈ ഫ്രെയിമെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫ്രെയിമിന്റെ ബോർഡർ, പാഡിങ്, റെസല്യൂഷൻ എല്ലാം തന്നെ കാണിക്കും. ലേഔട്ടിന്റെ CSS ആയിട്ട് തരും. അതിന്റെ സ്റ്റൈൽ കളേഴ്സ്, ഓരോ കളേഴ്സ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സെലക്റ്റഡ് ഒക്കെ ആയിട്ട് വരും. അപ്പം അങ്ങനെ ഓരോ എലമെന്റ്സും പെട്ടെന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഡെവലപ്പർ മോഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോന്ന് ഹവർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം എൻ്റെ പാഡിങ്ങും എൻ്റെ സ്പേസിങ് എല്ലാ സംഭവം കാണിക്കും.
പിന്നെ റൂളർ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് ഇത് തമ്മിലുള്ള ലെങ്ത് പിക്സൽസിൽ അളന്നെടുക്കാം. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് എൻറ്റയർ സാധനം ഇഷ്ടംപോലെ പ്ലഗിൻസ് ഉണ്ട്. പ്ലഗിൻസ് വെച്ച് നമുക്ക് എൻറ്റയർ സാധനം നമുക്ക് കോഡാക്കി മാറ്റാൻ പറ്റും. ഇപ്പൊ ഈ പ്ലഗിൻ വെച്ച് നമുക്ക് ഈ എൻറ്റയർ സൈനപ്പ് പേജ് ഒരു HTML കോഡാക്കി മാറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും കോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പം പ്രോട്ടോടൈപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ഇംപ്ലിമെന്റേഷനിലോട്ട് പോണ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇംപ്ലിമെന്റേഷൻ വളരെ എളുപ്പമായിട്ട് മാറും. ഇതാണ് ഡെവലപ്പർ മോഡിന്റെ മെയിൻ ഫീച്ചേഴ്സ്. അപ്പം നിങ്ങളൊരു വലിയ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പം ഡിസൈനേഴ്സ് ഇതുപോലെ ഡിസൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് കണ്ടോ, മാർക്ക് റെഡി ഫോർ ഡെവ്, ഈ സ്വിച്ച് പിടിച്ച് കഴിയുമ്പം ഡെവലപ്പേഴ്സിന് നോട്ടിഫിക്കേഷൻ വരും ആൻഡ് എസെൻഷ്യലി നോക്കിയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇതുപോലെ AI ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എൻറ്റയർ കോഡ് ഇതുപോലെ കിട്ടും. ഫുൾ കോഡുണ്ട്. കോപ്പി പേസ്റ്റ് ചെയ്താൽ ഈ സാധനം ഉണ്ടാക്കാനുള്ള ഇത് കിട്ടും. പിന്നെ വേണമെങ്കിൽ VS കോഡിൽ പ്ലഗിനായിട്ട് ഫിഗ്മയുടെ സാധനമുണ്ട്, ഫിഗ്മയുടെ എക്സ്റ്റൻഷൻ ഉണ്ട്. ആ എക്സ്റ്റൻഷൻ വെച്ച് നമുക്ക് ഫിഗ്മയിലോട്ട് സ്വിച്ച് ചെയ്യാതെ തന്നെ VS കോഡിൽ തന്നെ നിന്ന് എല്ലാ ഫീച്ചേഴ്സും ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതോടെ ഫിഗ്മയുടെ ഓൾമോസ്റ്റ് എല്ലാ സാധനവും ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനവും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നതാണ്. ഗൗതം അല്ലായിരുന്നു? യെസ്, ഗൗതം അത് മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ കേട്ടുണ്ടാക്കിയതാണ്. ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒറിജിനൽ പോലെ തന്നെ ഇരിക്കണേ. അപ്പം ഗൗതത്തിന് 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കി നോക്കണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക ആൻഡ് ട്രൈ മേക്കിംഗ് എ ലോഗിൻ പേജ്. എസെൻഷ്യലി ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. ആർക്കും ഡൗട്ടില്ല എന്ന് തോന്നുന്നു.
ഗൂഗിൾ ഫോമിന് ആക്സസ് പെർമിഷൻ ഇല്ലെന്ന് തോന്നുന്നു. പെർമിഷൻ കാണിക്കുന്നത്. വൺ മിനിറ്റ് അത് റെഡിയാക്കാണ്. സെയിം അവസ്ഥയാണ്. Okay.